ഹലോ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയാണ്. ബാക്ടീരിയയെ ഏതൊക്കെ മെത്തേഡ്സിൽ കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് മോർഫോളജിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, സ്റ്റെയിനിങ് ഉണ്ട്, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, മോട്ടിലിറ്റി ഉണ്ട്, ബയോകെമിക്കൽ ടെസ്റ്റ് ഉണ്ട്, സിറോളജിക്കൽ ഐഡൻറ്റിഫിക്കേഷൻസ് ഉണ്ട്, ഫേജ് ടൈപ്പിംഗ്, ഐഡൻറ്റിഫിക്കേഷൻ ബൈ ഡിസ്ക് ടെസ്റ്റിംഗ്, സെമി ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഫൈനലി മോളിക്യുലാർ ടെക്നിക്സ്, PCR പോലെയുള്ള മോളിക്യുലാർ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇത്രയും ആണ് നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത്. അതിൽ മോർഫോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാക്ടീരിയയുടെ അപ്പിയറൻസ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജി എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ മോർഫോളജിയെ വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ ഷേപ്സാണ് പഠിച്ചത്? നമ്മൾ കുറച്ച് ഷേപ്പുകളും ബാക്ടീരിയയുടെ അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ പഠിച്ചല്ലോ. കോക്കെ, റോഡ്, ബാസില്ലേ, സ്പൈറോക്കീറ്റ്, സ്പൈറില്ല. ഇത്രയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കാണാത്തവർ പോയി അത് കണ്ടിട്ട് വരണം. ആ വീഡിയോ ക്ലാസ് കേൾക്കണം എല്ലാവരും പോയിട്ട്. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, അതിൻ്റെ എക്സാമ്പിൾസ്. ഞാനിവിടെ വീഡിയോ ഇവിടെ പിൻ ചെയ്തേക്കാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണണം. ആ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ഏതാണ്? കോമ ഷേപ്പ്ഡ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ഏതായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. കോമ ഷേപ്പ്ഡ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് വരും. ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റെയിനിങ് ഉണ്ട്. അതിൽ ഫ്ലജല്ലാർ, എൻഡോസ്പോർ, വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടെക്നിക്സ് അവിടെ വരുന്നുണ്ട്. സിമ്പിൾ സ്റ്റെയിനിങ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, സ്ട്രക്ചറൽ സ്റ്റെയിനിങ്, ഇത് 3 സ്റ്റെയിനിങ് ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് ഔട്ട്ലൈൻ എന്ന്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. കാരണം 2-3 സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മെസ്സേജായിട്ടും കമൻറ്റ് സെക്ഷനിലും ഒക്കെ കണ്ടു. മിസ് ഒന്ന് ഈ മന്ത് എടുക്കുന്ന ഈ ജാനുവരി മന്തിൻ്റെ സ്റ്റഡി പ്ലാൻ ഒന്ന് പറയണമെന്ന്. അപ്പം നമ്മൾ ഈ ജാനുവരി മന്തിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വേഗ് ഐഡിയയാണ് നിങ്ങൾക്കിപ്പോൾ തരുന്നത്. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ അഗാർ മീഡിയത്തിൽ ഇവരെ ഗ്രോ ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, അവരുടെ ആ ഒരു കൾച്ചറിനെ വെച്ചിട്ട് നമുക്ക് ഏത് ഓർഗാനിസം ആണെന്ന് പറയാൻ പറ്റും. ചിലർ മ്യൂക്കോയിഡ് ആയിരിക്കും. ആ മ്യൂക്കോയിഡ് ആയിട്ടുള്ളവരാരാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. പിന്നീട് മോട്ടിലിറ്റി. നമ്മൾ മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യും. മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ മോട്ടിലിറ്റി കാണിക്കുന്നത് വെച്ചിട്ട് നമുക്ക് മോട്ടിലിറ്റി കാണിക്കാത്തവരുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഈക്കോളെ ആണെങ്കിൽ ഹൈലി മോട്ടൈലായിട്ടുള്ളൊരു ഓർഗാനിസമാണ്. സോ അപ്പോൾ അവരെങ്ങനെ ആയിരിക്കും? മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ മോട്ടിലിറ്റി കാണിക്കും. അപ്പം നമുക്ക് പറയാമോ, ഓക്കെ ഇത് ഈക്കോളയാണ്, അല്ലെങ്കിൽ സ്യൂഡോ ആയിരിക്കും, ഈ മൊട്ടയിലായിട്ടുള്ളവരിലുള്ള ആരോ ആണ് എന്ന് നമുക്ക് പറയാം. യൂഷ്വലി നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കിൻ്റെ പേരാണ് ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക്. ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക് മോട്ടിലിറ്റി ടെസ്റ്റിൻ്റെ ടെക്നിക്കിൻ്റെ നെയിമാണ് ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക്. ഓർത്തിരിക്കണം, ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക്. നെക്സ്റ്റ് ബയോകെമിക്കൽ ടെസ്റ്റുകളുണ്ട്.
നമ്മൾ ഇംവിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമല്ലോ. ഇൻഡോൾ, MR, VP, സിട്രേറ്റ്, നൈട്രജൻ റിഡക്ഷൻ ടെസ്റ്റ് ഉണ്ട്, യൂറിയേസ് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കണം. ഈ ടെസ്റ്റുകളെ ബേസ് ചെയ്ത് നമുക്ക് ഏത് ബാക്ടീരിയ ആണ്, നമുക്കറിയാം ഇംവിക് പോസിറ്റീവ് ആരായിരിക്കും കാണിക്കുന്നത്, MR നെഗറ്റീവ് ആരാണ് കാണിക്കുന്നത്, അങ്ങനെ നമ്മൾ നോക്കി ഏതാണ് ആ ബാക്ടീരിയ. ഷുഗർ ഫെർമെൻറ്റേഷൻ ചെയ്യും, ആ ഷുഗർ ഫെർമെൻറ്റേഷൻ കാണിക്കുന്നവരാരാണ്, അതൊക്കെ നോക്കിയിട്ട് ഈ ബയോകെമിക്കൽ ടെസ്റ്റിനെ ബേസ് ചെയ്ത് ഏത് ബാക്ടീരിയ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാറ്റലേസ്, കൊയാഗുലേസ്, ഓക്സിഡേസ്, ഷുഗർ ഫെർമെൻറ്റേഷൻ, ഇൻഡോള്, MR, വോക്സ് പ്രോസ്കർ, സിട്രേറ്റ്, യൂറിയേസ് ടെസ്റ്റ്. ഈ ബയോകെമിക്കൽ ടെസ്റ്റുകളിൽ ഓരോന്നിൻ്റെയും പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ നോക്കും. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് സിറോളജിക്കൽ ടെസ്റ്റുകളാണ്. കൊയാഗുലേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡിയൊക്കെ ആഡ് ചെയ്ത് അതിൽ ക്ലോട്ടിംഗ് ഒക്കെ നോക്കി ഇമ്മ്യൂണോ അസേയ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇങ്ങനത്തെ സിറോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്നും ഇവരെ പറയാറുണ്ട്. സാൽമണല്ല സ്പീഷീസിലുള്ളവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. പിന്നെ സ്ലൈഡ് ടെസ്റ്റായിട്ട് നമ്മൾ വൈഡാൽ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. വൈഡാൽ ടെസ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡ് ടെസ്റ്റിന്, ഇൻഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈ സാൽമണല്ലയുടെ കേസിൽ ടൈഫോയിഡ് ഫീവറിൻ്റെ സാൽമണല്ല ടൈഫി, സാൽമണല്ല പാരാടൈഫിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വൈഡാൽ ടെസ്റ്റ്. നെക്സ്റ്റ് ഉള്ളതാണ് ഫേജ് ടൈപ്പിംഗ് മെത്തേഡ്. ഒരു സിംഗിൾ സ്ട്രെയിൻ ബാക്ടീരിയയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേജ് ടൈപ്പിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേജ് ടൈപ്പ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ബാക്ടീരിയോ ഫേജ് എന്താണെന്ന് അറിയണം. എന്താണ് ഈ ബാക്ടീരിയോ ഫേജ്? ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോ ഫേജ്. അപ്പോൾ ഈ ബാക്ടീരിയോ ഫേജസ് മിക്കവാറും ആളുകൾ എങ്ങനെ ആയിരിക്കും? സ്പെസിഫിക് ആയിരിക്കും. അതായത് സ്പെസിഫിക് ആയിട്ട് ചില ബാക്ടീരിയകളെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യും, ചിലരെ ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഫേജസ് ഉണ്ട്. അപ്പോൾ ഈ ഫേജസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രെയിൻ ഏതാണെന്ന്, ഫേജ് അതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്ന സ്ട്രെയിൻ ആയിരിക്കും എന്ന്. അതാണ് ഫേജ് ടൈപ്പിംഗ് ടെക്നിക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്ടീരിയയുടെ ലോൺ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഫേജസും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഒരു ഗ്രിഡ് ഉണ്ടായിരിക്കും, ഒരു സ്ക്വയർ ഗ്രിഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ പെട്രി ഡിഷിൽ ലോൺ കൾച്ചർ ചെയ്ത അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ടീരിയൽ കൾച്ചർ വെക്കും. എന്നിട്ട് ഈ ഗ്രിഡിൽ നോക്കിയിട്ട് നമ്മൾ ഓരോ ഗ്രിഡ് സ്ക്വയറിൻ്റെ അകത്തും നമ്മൾ എന്ത് ആഡ് ചെയ്യും? നമ്മളിവരെ ആഡ് ചെയ്ത് നോക്കും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രിഡുകളുണ്ടായിരിക്കും. കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ പെട്രി ഡിഷ് വെക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്രിഡിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ ഈ ബാക്ടീരിയ ഫേജസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫേജസിനെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുമ്പം ചില ഫേജസ് ഒരു ക്ലിയർ സോൺ കാണിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അവിടെയുള്ള ബാക്ടീരിയ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ലൈസ് ആയിട്ടുണ്ട്. അവിടെയുള്ള ബാക്ടീരിയ ലൈസ് ആയതുകൊണ്ടാണ് അവരൊരു ക്ലിയർ സോൺ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ക്ലിയർ സോൺസ് കാണാം. പക്ഷേ എല്ലായിടത്തും ഒന്നും ഉണ്ടോ? ഇല്ല. ചിലയിടത്ത് ബാക്ടീരിയൽ ലോൺ മാത്രമേ കാണത്തുള്ളൂ, ചിലയിടത്ത് ക്ലിയർ സോൺ കാണിക്കുക. അതായത് സസെപ്റ്റബിൾ ആയിട്ടുള്ളിടത്ത് ക്ലിയർ സോണും അല്ലാതെ മാറ്റമൊന്നും ഇല്ലാതെ കാണാം. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഏതൊക്കെ ഫേജാണ് എവിടെയൊക്കെയാണ് സസെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്ന്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫേജ് ടൈപ്പിംഗ് എന്ന് വിളിക്കുന്നത്.
ഇനിയും ഡിസ്ക് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് കിർബി ബോർ ടെസ്റ്റ് നെയിം ഓർത്തിരുന്നോണം. കിർബി ബോർ ടെസ്റ്റിനകത്ത് നമ്മൾ സാധാരണ ഡിസ്ക് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്ന ആ ഒരു ടെക്നിക്കാണ്. ഇവിടെ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി നോക്കും. ഏതൊക്കെ ബാക്ടീരിയ ഏതിനൊക്കെ ആൻറ്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിൾ ആണ്, ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിൾ ആണോ, ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. സെമി ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഈ ഒരു മൈക്രോസ്കാൻ, വാക്കവേ സിസ്റ്റംസ് ഉണ്ട്, വിവിടെക് ഉണ്ട്, സെൻസിറ്റേറ്റർ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഓട്ടോ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഫിനിക്സ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ് ബാക്ടീരിയയുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മൾ കോളനി എടുക്കുമല്ലോ, ഒരു സ്ട്രെയിൻ നമുക്കിപ്പോൾ കിട്ടി, ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഈ സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഈ പറഞ്ഞ ഇതിലേതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ബാക്ടീരിയയെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും. ആ ബാക്ടീരിയയുടെ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റും ചെയ്യും. സോ ഏതൊക്കെ ആൻറ്റിബയോട്ടിക്കിനോടാണ് ഈ ബാക്ടീരിയ സസെപ്റ്റബിൾ, ഏതൊക്കെ ആൻറ്റിബയോട്ടിക്കിനോടാണ് ഈ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് എന്നൊക്കെ ഈ ഒരു സിസ്റ്റം തന്നെ, ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ കണ്ടുപിടിക്കും. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മൈക്രോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണ്. ബാക്ടെക് AFB സിസ്റ്റം, മൈക്രോ ബാക്ടീരിയ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ട്യൂബ്, ദറ്റ് ഈസ് GMIT, ദെൻ GMITയുടെ തന്നെ GMIT 960. ഓർത്തിരിക്കണം ഇത് ഏതൊക്കെയാണെന്ന്. സിസ്റ്റംസ് ഇതാണ് സെമി ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് അവർ മോളിക്യുലാർ മെത്തേഡ്സ്. അടുത്തതാണ് എന്ത്, മോളിക്യുലാർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ആരാന്നറിയോ? PCR കണ്ടുപിടിച്ചത് ക്യാരി മുള്ളിസ് ആണ്. നിങ്ങൾ എല്ലാം ഈ ഒരു നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ പറയുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ മോളിക്കുലാർ ടെക്നിക്സിൻ്റെ ക്ലാസ് വരും. ഇത് വീണ്ടും നമുക്ക് ബയോടെക്നോളജിയിൽ, മോളിക്കുലാർ ബയോളജി ഏരിയയിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ഒരേപോലെ വരുന്നത് കൊണ്ട് ഒന്നുകിൽ നമ്മൾ ബയോടെക്നോളജിയുടെ സ്ഥലത്തെടുക്കും, അല്ലെങ്കിൽ ഇവിടെ എടുക്കും. നമ്മൾ എന്ത് പഠിച്ചാലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിപ്പം കുറച്ച് മുമ്പ് മോട്ടിലിറ്റി പറഞ്ഞു, അതിൽ ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞു. ഈ ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക് ആരാ ഇൻവെൻറ്റ് ചെയ്തത്, ആരാ ഡിസ്കവർ ചെയ്തത്, ആരാ കണ്ടുപിടിച്ചത് ഈ ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക്? അറിയുന്നവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കണം, ആൻസർ ഇടണം. എല്ലാവരും ആൻസർ ഇടണേ. അറിയാത്തവർ കണ്ടുപിടിക്കണം ആരാണ് ഹാങ്ങിങ് ഡ്രോപ്പ് ടെക്നിക്ക് കണ്ടുപിടിച്ചത്. സോ ഇവിടുന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. Other amplification procedure coupled with nucleic acid probes carrying specific DNA or RNA base sequences are now widely used for identifying microbes. വേറെയും കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, PCR മാത്രമല്ല. സോ ഒരു ക്വസ്റ്റ്യൻ, വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ ആർ കോൾഡ്. Viruses that infect bacteria are called. Option A, bacteriocin. Option B, viral phage. Option C, bacteriophage. Option D, plague. എന്താണ് ആൻസർ? Viruses that infect bacteria are called dash. Bacteriocin, viral phage, bacteriophage, plague. ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടവർക്കറിയാം. ദ റൈറ്റ് ആൻസർ ഈസ് ബാക്ടീരിയോഫേജ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഇടാം. നമ്മളത് ഇടാൻ കുറച്ച് ലേറ്റ് ആക്കുന്നതിൻ്റെ കാര്യം, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏരിയ കൂടുതൽ മിക്സ് ചെയ്ത്
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, ചാനലിൽ നോട്ട്സ് ഇടാറുണ്ട്. സോ അതിനകത്തേക്ക് ഞാൻ ഒന്നുകിൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തേക്കാം. സോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ ആദ്യം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് മോർഫോളജിക്കൽ ഐഡൻറ്റിഫിക്കേഷനാണ്. ഇനി നമുക്ക് സ്റ്റെയിനിങ് ടെക്നിക്സ്, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡും പഠിക്കാനുണ്ട്. സോ അപ്പം നെക്സ്റ്റ് ക്ലാസ് നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് മിക്കവാറും സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റെയിനിങ് ടെക്നിക്സ്, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ, ബയോ കെമിക്കൽ, മോട്ടിലിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കേൾക്കണം, നന്നായിട്ട് എല്ലാവരും പഠിക്കണം. സ്റ്റഡി പ്ലാൻ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി പഠിക്കണം. അതേപോലെ നിങ്ങൾ MCQs, എനിക്കറിയില്ല എത്ര പേര് ചെയ്ത് നോക്കിയെന്ന്, ASRB നെറ്റെന്ന് കിടക്കുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ഒത്തിരി MCQs ഉണ്ട്. ഷോർട്ട് വീഡിയോസായിട്ടും ലോങ് വീഡിയോസായിട്ടും. ചിലപ്പോൾ തമ്പനെയിൽ നോക്കുമ്പോൾ ASRB നെറ്റ് എന്നായിരിക്കും കിടക്കുന്നത്, പക്ഷേ അതിലും ക്വസ്റ്റ്യൻസ്, ഈ PSCയിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ്, നമ്മുടെ ബേസിക് മൈക്രോബയോളജിയിൽ, നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ കുറേ ആളുകൾ ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻസ് എന്താ മാം ചെയ്യാഞ്ഞെന്ന്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അങ്ങനൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെയും റിലവൻ്റ് ആണ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത വീഡിയോ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.